ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. 2024 നമ്മെ വിട്ട് അതിവേഗം കടന്നുപോയി. 2025 ഒന്നാമത്തെ മാസത്തിൻ്റെ പകുതി സമയവും അതിലും അതിവേഗത്തിൽ കടന്നുപോയി. എങ്കിലും ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിശയകരമായി, അത്ഭുതകരമായി നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനാധ്വനി എന്ന പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രികാലം ദൈവവചനം സംസാരിക്കുവാൻ, ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ ഇളയനായ അടിയനെ ലഭിച്ച ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട്, വിവിധ ടൈം സോണിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എളിയവന്റെ സ്നേഹവന്ദനങ്ങളെ ആദ്യമേ അറിയിക്കുന്നു. പ്രാർത്ഥനാധ്വനിയുടെ ഇന്റർനാഷണൽ ഡയറക്ടർ പാസ്റ്റർ ബെൻസൺ ദാനിയേൽ, പ്രാർത്ഥനാധ്വനിയുടെ മറ്റ് ഭാരവാഹികൾ, പ്രാർത്ഥനാധ്വനിയുടെ പ്രാർത്ഥനാ സഹകാരികൾ, അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ലഭിച്ചിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ളതാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുമ്പം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നൊരു വാക്യം എന്ന് പറയുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാവുന്നു. സ്തോത്രം. ഇന്ന് രാത്രികാലം നമുക്കൊരു നിമിഷം നമുക്ക് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ദൈവം നമ്മളോട് വ്യക്തമായി ഇടപെടുന്നതിന് വേണ്ടി, ദൈവശബ്ദം കേൾക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് അടിയങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധ ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സമ്പൂർണമായി നിയന്ത്രിക്കപ്പെട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇന്ന് രാത്രികാലം വചനം ശുശ്രൂഷിപ്പാൻ അവിടുന്ന് എളിയവനെ സഹായിക്കണമേ. അടിയന്റെ അതിരത്തോട് കൂടെ ഇരിക്കണമേ. എന്റെ ബുദ്ധിയെ അവിടെ നിയന്ത്രിക്കണമേ. എന്റെ ചിന്താ മണ്ഡലങ്ങളെ അവിടെ നിയന്ത്രിക്കണമേ. കർത്താവെ, ഇന്ന് രാത്രികാലം അവിടുന്ന് അടിയങ്ങളോട് വ്യക്തമായി സംസാരിക്കുമാറാണമേ. അത് സംസാരിക്കുന്ന എളിയവനും കർത്താവെ, ഈ സമയം അടിയനെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹപ്രദമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ, അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലത്തെ ശുശ്രൂഷകൾ അടികൾക്ക് ഓരോരുത്തർക്കും വലിയ അനുഗ്രഹവും അത് സൗഖ്യവുമാക്കി തീർക്കണമെന്ന് അടികൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രത്യാശ അത് വർദ്ധിപ്പിക്കുവാൻ കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ, പുത്രന്റെ പുനർനാമത്തെ ഉയർത്തണമേ. പ്രാർത്ഥന യാചനയും കേട്ടുകൊണ്ട് സ്തോത്രം, യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നത്? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും നയിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിലുള്ള വ്യത്യാസം എന്താണ്? ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി ലഭിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ
അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. വാട്ട്സ് മെൻ ബൈ ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ എന്ന് പറയുമ്പം നമ്മളുടെ ചിന്തകൾ മാത്രമല്ല, നമ്മളുടെ അവയവങ്ങൾ എപ്രകാരം പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നമ്മളുടെ അവയവങ്ങളും നമ്മുടെ ചിന്താമണ്ഡലവും പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണപ്രകാരം നമ്മളുടെ ചിന്തയും നമ്മളുടെ അവയവങ്ങളും ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് കഴിയും. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിന്റെ മക്കൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. സ്തോത്രം. ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മക്കൾ എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ നയിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ നയിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ ഇന്ന് രാത്രികാലം, ഞാൻ ഇവിടെ രാത്രിയാകുന്നതുകൊണ്ടാണ് അങ്ങനെ രാത്രികാലം എന്ന് പറയുന്നത്, ചില സ്ഥലങ്ങളിൽ അങ്ങനെ അല്ലായിരിക്കും. സ്തോത്രം. ഈ സമയത്ത് പ്രിയമുള്ളവരെ, നയിക്കപ്പെടുക എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു നായകനാൽ നയിക്കപ്പെടുന്ന അണികൾ, ഒരു ലീഡറുണ്ട്, ആ ലീഡറെ കുറച്ചുപേര് അനുഗമിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഇടയനാൽ നയിക്കപ്പെടുന്ന ആത്മായർ അല്ലെങ്കിൽ ആടുകൾ. അങ്ങനെ ഒരു നായകനാൽ നയിക്കപ്പെടുന്ന ഫോളോവേഴ്സും അല്ലെങ്കിൽ വിശ്വാസികളും, അല്ലെങ്കിൽ ഒരു നായകന്റെ പിന്നാലെ പോകുന്നവരും, ഒരു യജമാനന്റെ പിന്നാലെ പോകുന്ന ഒരു ദാസനും തമ്മിൽ ചില വ്യത്യാസങ്ങളില്ലേ? ഒരു ദാസൻ യജമാനന്റെ കൽപ്പനകളെ അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ഉടയവന്റെ പിന്നാലെ പോകുന്ന ഒരു അടിമയെപ്പോലെ ആണോ ഒരു നായകന്റെ പിന്നാലെ പോകുന്ന അണികളെന്ന് പറയുന്നത്? സ്തോത്രം. ഒരു അടിമ അവൻ ചെയ്യണമെന്ന ജോലികളെ മാത്രം, അല്ലെങ്കിൽ അവന് ലഭിച്ചിട്ടുള്ള ആജ്ഞകളെ അനുസരിച്ച് മാത്രം അവൻ പോകുമ്പോൾ അവനുണ്ടായിരിക്കേണ്ടുന്ന ഉത്തരവാദിത്വമോ അവനുണ്ടായിരിക്കേണ്ടുന്ന ആവശ്യബോധമോ മാത്രമുള്ളോ ഒരു നായകനാൽ നയിക്കപ്പെടുന്ന അണികൾക്ക് ഉണ്ടായിരിക്കേണ്ടത്? സ്തോത്രം. ഒരു നായകന്റെ പിന്നാലെ പോകുമ്പോൾ ആ നായകൻ എങ്ങനെയായിരിക്കുന്നുവോ അതേപോലെ നമ്മളും ആയിരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിക്കുമ്പോൾ പിതാവാൻ ദൈവം, പുത്രനായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്, ഇവരെ മൂന്നുപേരെയും മൂന്നായി കാണേണ്ട ആവശ്യമില്ല. ത്രിയേക ദൈവത്വത്തിൽ ഒരാളാണ് പരിശുദ്ധാത്മാവ്. അപ്പം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയായിരിക്കുന്നുവോ അങ്ങനെ നമ്മളായിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ ചോദ്യം ക്ലിയർ ആക്കാം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആയിരിപ്പീൻ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കാൻ അല്ല പൗലോസ് അവിടെ പറയുന്നത്, നിങ്ങളും എൻ്റെ അനുകാരികളായിരിപ്പീൻ. അപ്പൊ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്നു എന്ന് പൗലോസ് അവിടെ സ്വയം അവകാശപ്പെടുകയാണ്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തു തന്റെ ശരീരത്തിൽ അനുഭവിച്ചതിനേക്കാൾ
കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ ഞാൻ പൂരിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഗലാത്യലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആദ്യത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങൾക്ക് സമാനമായിട്ടുള്ള അനേക കഷ്ടങ്ങൾ പൗലോസ് അനുഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ നമുക്ക് കഴിയും. അതല്ല എൻ്റെ വിഷയം. യേശുവിൻ്റെ സ്വഭാവം, യേശുവിനെ അനുഗമിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ആത്മാവിനാൽ നടത്തപ്പെടുന്നു എന്ന് പറയുന്നവർ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം ഉൾക്കൊള്ളേണ്ടവരാണ്, അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കേണ്ടവരാണ്. സ്തോത്രം. 1-2 ഉദാഹരണത്തിൽ കൂടി ഞാനത് വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പം ആ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ആ വ്യക്തിക്കുള്ള പേരുകളെ നമ്മൾ ചിന്തിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇല്ലേ? ഇപ്പം യേശുക്രിസ്തുവിനെ കുറിച്ച് നല്ല ഇടയൻ എന്ന് പറയുമ്പോൾ ഇടയൻ്റെ ഡ്യൂട്ടികൾ, ആളുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത നല്ല ഇടയൻ. സ്തോത്രം. അപ്പം ആളുകളെ കരുതുന്ന ഇടയൻ, ആളുകളെ സംരക്ഷിക്കുന്ന ഇടയൻ. സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് പല പേരുകളും വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഓർപ്പിക്കാൻ നമുക്ക് മുമ്പിൽ സമയമില്ല. പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ കംഫർട്ടർ, ആശ്വാസദായകൻ, അഡ്വക്കേറ്റ്, നമുക്ക് വേണ്ടി വാദിക്കുന്നയാൾ, അങ്ങനെ പല പേരുകൾ നമുക്ക് കാണാനായിട്ട് നമുക്ക് കഴിയും. സ്തോത്രം. കംഫർട്ടർ എന്ന് പറയുമ്പം പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ സ്വഭാവം നമുക്കുണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ, ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന സ്വഭാവം നമ്മളിലും ഉണ്ടായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ വാദിക്കുന്നയാൾ, നമുക്ക് വേണ്ടി വാദിക്കുന്നയാൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്നു. വേണ്ടുമണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അറിയുന്നില്ല. ആത്മാദാനം ഉച്ചരിച്ചുകൂടാനാവാത്ത ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവ് നിൽക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തു നോക്കാം. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ എത്രമാത്രം ദൈവത്തോട് ഇടിവ് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. ഇനിയും പരിശുദ്ധാത്മാവിനെ പറ്റി പല പേരുകൾ പറയുന്നുണ്ട്. നമ്മൾ കണ്ടു, ആശ്വാസദായകൻ, അഡ്വക്കേറ്റ്. പരിശുദ്ധാത്മാവിനെ പറ്റി സത്യത്തിന്റെ ആത്മാവെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ സത്യം സംസാരിക്കുന്നവരായിരിക്കണം. നമ്മൾ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് നമ്മൾ കാണുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാകും പാപത്തോടുള്ള ബന്ധത്തിൽ. സ്തോത്രം. പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാകും. ഒരു പാപിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ പാപത്തെ കാണുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? സ്തോത്രം. നശിച്ചു പോകുന്ന ജീവിതങ്ങളെ കാണുമ്പോൾ, പാപത്തിൽ മുഴുകി ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദുഃഖമുണ്ടാകാറുണ്ടോ? ആത്മഭാരമുണ്ടാകാറുണ്ടോ? സ്തോത്രം. നമ്മുടെ ഉള്ളിൽ പാപചിന്തകൾ കടന്നു വരുമ്പോൾ
അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദുഃഖമുണ്ടാകാറുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉള്ളിൽ ദുഃഖമുണ്ടാകും. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ള ഒരു വലിയ പ്രേരണ നമ്മളിൽ ഉണ്ടാകും. പാപത്തിൽ കഴിയുന്നവരെ അതിൽ നിന്ന് വിടുവിച്ച് യേശുവിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ ആത്മഭാരം നമ്മൾക്കുണ്ടായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കണ്ടു, ആത്മാവ് നടത്തുന്നവർ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. ഗലാത്യലേഖനം പഠിക്കുമ്പോൾ മക്കളാണ് എങ്കിൽ അവകാശികളാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. അതേസമയം മക്കളാണെങ്കിൽ ശൈശവ ദിശപ്പെട്ട് വളർന്ന് ആത്മീയ പക്വത പ്രാപിക്കുന്നില്ല എങ്കിൽ മക്കൾ ദാസനേക്കാൾ അല്ലെങ്കിൽ യജമാനൻ ദാസനേക്കാൾ ശ്രേഷ്ഠതയുള്ളവനാകുന്നില്ല എന്ന് നമ്മൾ ഗലാത്യലേഖനത്തിൽ വായിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവമക്കളാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് എങ്കിൽ സ്തോത്രം, നമ്മൾ ആത്മീയ പക്വത പ്രാപിക്കേണ്ടവരാണ് എന്നുള്ളതും ചിന്തനീയമായ കാര്യമാണ്. ആത്മീയ പക്വത എന്ന് പറയുമ്പോൾ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. സ്തോത്രം. കേവലം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവമക്കളായി നടക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആത്മാവിന്റെ ചിന്തയും ജഡത്തിന്റെ ചിന്തയും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ജഡത്തിന്റെ ചിന്ത എന്താണെന്നും ആത്മാവിന്റെ ചിന്ത എന്താണെന്നും നമുക്ക് വ്യക്തമായിട്ട് അവിടെ വായിക്കാണ്ട് കഴിയുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞ് വലിയൊരു ലിസ്റ്റ് തന്നെ അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. അപ്പോൾ തന്നെ ജഡത്തിന്റെ ചിന്തകളെക്കുറിച്ച് പറയുമ്പോൾ മലയാളത്തിൽ 15ഓളം കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് മുതലായവ എന്ന ഒരു വാക്കും കൂടി എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ 17 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് എക്സെട്ര എന്നും എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എല്ലാം വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയം പോരല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ ജഡത്തിന്റെ മുഖം ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവർത്തികൾ നിവർത്തിക്കുകയില്ല, ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ആദ്യം പറയുന്നത് ദുർനടപ്പ്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എങ്കിൽ നമ്മൾ ദുർനടപ്പ് വിട്ടൊഴിയുന്നവരായിരിക്കും. അടുത്തത് അശുദ്ധിയാണ്. സ്തോത്രം. ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നു എന്ന് പറയുന്നവർ ജഡത്തിന്റെ പ്രവൃത്തികളാകുന്ന അശുദ്ധിയിൽ എങ്ങനെ തുടരാനായിട്ട് കഴിയും? അഥവാ അശുദ്ധിയിൽ കഴിയുന്ന ഒരാൾക്ക് അവൻ അല്ലെങ്കിൽ അവൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് എങ്ങനെ അവകാശപ്പെടാനായിട്ട് കഴിയും? സ്തോത്രം. ദുഷ്കാമം, ജാരശങ്ക, പക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാം ഓരോന്നോരോന്നായി എടുത്ത് വിശദീകരിക്കാൻ ആവശ്യമില്ലല്ലോ. സ്തോത്രം. അല്ലെങ്കിൽ സമയം പോരല്ലോ. ഇംഗ്ലീഷിലുള്ള ഫോർണിക്കേഷൻ എന്നുള്ള വാക്കും മർഡർ എന്നുള്ള വാക്കും മലയാളത്തിൽ ഇല്ല. സ്തോത്രം. എന്നാൽ ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞ് 9 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം.
ആദ്യമായിട്ട് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം. നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, കൂട്ടുവിശ്വാസികളോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമുക്കുള്ള മനോഭാവം എങ്ങനെയാണ്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നമ്മൾ എത്രമാത്രം മുന്നിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സന്തോഷം, വാസ്തവമായി നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് നോക്കിയാൽ, നമ്മുടെ ഉള്ളിലോട്ട് നമ്മളൊന്ന് നോക്കിയാൽ, നമ്മൾ ഈ ലോകത്തിലെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം സന്തോഷമുള്ളവരാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സന്തോഷമുള്ളവരായിരിക്കുമോ, സന്തോഷം കിട്ടുമോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എത്രമാത്രം സന്തോഷിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. എപ്പോഴും സന്തോഷിക്കണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രത്തോളം സന്തോഷമുണ്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം സന്തോഷം അനുഭവിപ്പാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമാധാനം, യേശു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്ന പോലെയുള്ള സമാധാനമല്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നമ്മൾ അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ എത്രമാത്രം സമാധാനം അനുഭവിക്കുന്നുണ്ട്? നാളെ ഓർത്ത് നമ്മൾ നീറുന്നവർ ആണോ? ഹല്ലേലൂയ. നമ്മളെ മനം തകർന്ന് ആകുല ചിന്തകളിൽപ്പെട്ട് നിരാശ തളം കെട്ടി നിൽക്കുന്ന മുഖഭാവമുള്ളവരായിട്ടാണോ നമ്മൾ ഓരോ ദിവസവും ആയിരിക്കുന്നത്? അതോ യേശുവിലുള്ള സമാധാനത്തിൽ, പ്രത്യാശയിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവന്റെ മുഖത്ത് എന്താണ് അല്ലെങ്കിൽ ഇവളുടെ മുഖത്ത് എന്താണ് ഇത്രമാത്രം സന്തോഷം ഇവർ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം സമാധാനമാണ് അവർ അനുഭവിക്കുന്നത് എന്ന് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തുമോ? ഹല്ലേലൂയ. ദീർഘക്ഷമ, ഞാൻ ഉൾപ്പെടെയുള്ള ബന്ധക്കോസുകാർക്ക് എത്രമാത്രം ഉള്ള ഒരു ഘടകമാണ് ദീർഘക്ഷമ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് അല്ലെങ്കിൽ പായയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ നമുക്ക് മറുപടി ലഭിക്കണം. താമസിക്കും തോറും ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ അല്ലെങ്കിൽ നീ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലയോ എന്നുള്ളൊരു സംശയം പലപ്പോഴും നമ്മളെ ഭരിക്കാറില്ലേ? നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആമേൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി സമയത്ത് ലഭിക്കും എന്നുള്ള തൃപ്തിയോടുകൂടിയാണോ നമ്മൾ എഴുന്നേൽക്കുന്നത്? അതോ പിന്നെ നമ്മൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമോ? സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ദയ, മറ്റുള്ളവരോട് ദയ കാണിക്കുന്നതിൽ നമ്മൾ എത്രമാത്രം ശുഷ്കാന്തിയുള്ളവരാണ്. അതൊക്കെ ഉദാഹരണ സഹിതമെടുത്ത് ഒരുപാട് പ്രസംഗിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മൾ പലപ്പോഴും പുരോഹിതന്മാരെ പോലെയും അല്ലെങ്കിൽ വഴിപോക്കരെ പോലെയും ഒക്കെയാണോ? അതോ നല്ല ശമരിയക്കാരനെ പോലെയാണോ? മറ്റുള്ളവരോട് ദയ കാണിക്കുന്നതിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായ നമ്മൾ എത്രമാത്രം മുൻപന്തിയിലാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പരോപകാരം, ഹല്ലേലൂയ. കൂട്ടുവിശ്വാസികൾക്കോ അല്ലെങ്കിൽ അർഹരായിരിക്കുന്നവർക്കോ ഉപകാരം ചെയ്യുന്നതിൽ നമ്മൾ എത്രത്തോളം വ്യഗ്രതയുള്ളവരാണ്? സ്വന്തം കാര്യം നോക്കി നടക്കുന്നവരാണോ അതോ മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കുന്നവരാണോ? ഹല്ലേലൂയ. ഒരുവൻ സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഗുണം നോക്കാൻ നമുക്ക് സമയം കണ്ടെത്താറുണ്ടോ? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ?
കഷ്ടത അനുഭവിക്കുന്നവരെ അരികിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ കണ്ണുകളായി, കാതുകളായി, നാവായി, കാലുകളായി, കരങ്ങളായി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരെ അരികിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദയയും പരോപകാരവും നമ്മളിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസ്തത ഒരുപാട് വിവരിക്കേണ്ട കാര്യമാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, 5 ലഭിച്ചു എങ്കിൽ 5 കൂടെ നേടുവാൻ, 2 ലഭിച്ചു എങ്കിൽ 2 കൂടെ നേടുവാൻ പലർക്കും ഉത്സാഹമുണ്ട്. എന്നാൽ 1 ലഭിച്ചവനെ കുറിച്ച് യേശു ആ ഉപമയിൽ പറയുന്നൊരു കാര്യമുണ്ട്. അത് പൊൻവാണിഭക്കാരെ അരികിൽ കൊടുത്തിരുന്നെങ്കിൽ തിരികെ വരുമ്പം അത് പലിശ സഹിതം മേടിക്കാമായിരുന്നു. നമ്മൾ പലപ്പോഴും നമ്മളിൽ ലഭിച്ചിട്ടുള്ള താലന്തുകളെ അതാരും മോഷ്ടിച്ചുകൊണ്ട് പോകരുത്, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് കരുതി 1 ലഭിച്ചവൻ അത് കുഴിച്ചിട്ടതുപോലുള്ള അനുഭവമല്ലേ പലപ്പോഴും നമ്മളിലുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ അവർക്കുള്ള ശിക്ഷാവധി എന്ന് പറയുന്നത് അല്പം കടുപ്പമുള്ള രീതിയിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വിനിമയം ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അത് വ്യാപാരം ചെയ്യുന്നതിൽ നമ്മൾ ദൈവസന്നിധിയിൽ എത്രത്തോളം വിശ്വസ്തരാണ് എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു വസ്തുതയാണ്. ഹല്ലേലൂയ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ തീർച്ചയായും അവരിലുള്ള താലന്തുകൾ വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. സൗമ്യത. നമ്മൾ എത്രത്തോളം സൗമ്യതയുള്ളവരാണ്. ഞാൻ പലപ്പോഴും സൗമ്യതയെപ്പറ്റി ചിന്തിക്കുമ്പം പെട്ടെന്ന് മനസ്സിൽ കയറി വരുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മൾ സിഗ്നലുകളൊക്കെ പാലിച്ചുകൊണ്ട് സാധാരണ സ്പീഡിൽ കൂടി വാഹനം ഓടിച്ചു പോകുമ്പം നമ്മുടെ പുറയിൽ വന്ന് ഒരാള് ഹൈബീം ഇട്ട് അല്ലെങ്കിൽ ഹോണടിച്ച് നമ്മളെ അലോസരപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വണ്ടി കയറ്റി നിർത്തി ഒന്ന് സഡൻ ബ്രേക്ക് ഇടുമ്പം നമ്മുടെ വായിൽ നിന്ന് ആദ്യം വരുന്നത് സ്തോത്രമാണോ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ആദ്യം തെളിഞ്ഞു വരുന്ന ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സമാധാനത്തിന്റെയും സൗമ്യതയുടെയും എക്സ്പ്രഷനാണോ? ഹല്ലേലൂയ. ഞാൻ വാഹനം ഓടിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിൽ, ഹല്ലേലൂയ, നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നമുക്ക് എത്രത്തോളം ജയകരമായ ജീവിതം നയിപ്പാനായി കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ വാസ്തവമായും ആത്മാവിന്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കുവാൻ, വല്ലവൻ ഉല്ലാസമാകുമാറ് സൽഫലം കായി ചുലഞ്ഞിടുന്ന അനുഭവം നമ്മളിൽ വെളിപ്പെടുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ, പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു, ആത്മാവിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടു, ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപപ്പെടണമെന്ന് നമ്മൾ കണ്ടു. ഹല്ലേലൂയ. ചില ചിന്തകൾ കൂടെ നിങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക്, അല്ലെ യേശു നമുക്ക് നൽകുന്നത് എന്നേക്കും നമ്മളോടുകൂടെ ഇരിക്കേണ്ടതിന് വേണ്ടിയാണ്. 14:16. സ്തോത്രം. നമ്മൾ സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, സ്വർഗാരോഹണത്തിന് മുമ്പ് യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്ന കാര്യസ്ഥനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കും, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്
അയക്കും. ഹല്ലേലൂയ. ആ കാര്യസ്ഥൻ വന്ന് പാപം, നീതി, ന്യായവിധി എന്നിവയെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തും. പിന്നെ 15:26 സത്യാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. ഹല്ലേലൂയ. 16 യോഹന്നാൻ സുവിശേഷം പറയുന്നത് 16:15 വരുമ്പോഴത്തേക്ക് യേശുവിനെ മഹത്വപ്പെടുത്തും. 13 സകല സത്യത്തിലും വഴി നടത്തും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മോടുകൂടി ഇരിപ്പാനായിട്ടുള്ള പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ നയിക്കപ്പെടുന്നതെങ്കിൽ വിട്ട് വല്ലപ്പോഴും മാത്രം ആത്മാവിനാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ അല്ലെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ യേശുവിനെ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നവരായിരിക്കും. ഹല്ലേലൂയ. 2 സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും. ഹല്ലേലൂയ. തെറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടുന്ന സാഹചര്യം വരുമ്പോൾ ശരിയായ പാത ഏതാണ് എന്ന് പറഞ്ഞ് ആ പാതയിലേക്ക് നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? അതോ പരിശുദ്ധാത്മാവിനെ നമ്മുടെ സൗകര്യമനുസരിച്ച് നമ്മളുടെ ആവശ്യാനുസരണം സൈഡിലേക്ക് മാറ്റി നിർത്തി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്ന അനുഭവമാണോ നമ്മൾക്കുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ സകല സത്യത്തിലും നമ്മൾ വഴി നടക്കുന്ന ആ ശ്രേഷ്ഠകരമായ ആത്മീയ അനുഭവത്തിൽ കൂടി നമ്മൾ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 14-ാമത്തെ ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 48-ാമത്തെ വാക്യം. ലൂക്കോസ് 24 എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയ ആള് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയും എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ പിതാവിൽ നിന്ന് ലഭിച്ച വാഗ്ദത്തം പ്രാപിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കുവീൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 6-ാമത്തെ വാക്യം മുതൽ, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. സ്തോത്രം. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത് രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്ന സമയം എപ്പോഴാണ്? സ്തോത്രം. അല്ലെങ്കിൽ യേശു രാജാവായി വന്ന് ഭരിക്കുന്ന ആ സമയം എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ യേശു അതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് തോന്നുന്നുണ്ടോ? സ്തോത്രം.
ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പം അവസാന ഭാഗത്തേക്ക് വരുമ്പം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. സ്തോത്രം. അതാണ് ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മഹാനിയോഗം അതാണ്. കർത്താവിൻ്റെ വരവ് എപ്പോൾ സംഭവിക്കും എന്ന് ചോദിച്ചതിന് കർത്താവ് കൊടുക്കുന്ന മറുപടി, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോഴും യെരൂശലേമിൽ തന്നെ പാർക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും, അത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. യെരൂശലേം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഭവനം, അല്ലെങ്കിൽ നമ്മളുടെ ചാർച്ചക്കാർ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം, അവിടെ ആദ്യമേ നമ്മൾ യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തണം. പിന്നെ യഹൂദിയയിൽ എല്ലായിടത്തും നമുക്ക് ആക്സസ് ഉള്ള, ചെന്ന് പറ്റാവുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും, പിന്നെ ശമരിയ, അടുത്ത രാജ്യം, പിന്നെ ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാവും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രാജ്യം എപ്പോൾ വരും അല്ലെങ്കിൽ എപ്പോൾ മടങ്ങി വരുമെന്ന് ചോദിച്ച ചോദ്യം ആദ്യ നൂറ്റാണ്ടിലെ പിതാക്കന്മാരും ഇപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. പത്രോസ് അപ്പോസ്തലൻ അതിന് മറുപടി പറയുന്നുണ്ട്. 2 പത്രോസ്. സ്തോത്രം. അതിന്റെ മറുപടി ഇങ്ങനെയാണ്: ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവം വാഗ്ദത്തം നിവർത്തിക്കുവാനായിട്ട് താമസിക്കുന്നില്ല. പിന്നെന്താ താമസിക്കുന്നത്? ചിലരും കൂടെ മാനസാന്തരപ്പെടുവാനായി ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മഹാനിയോഗം എന്ന് പറയുന്നത്, യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടി, യേശുവിനെ അറിയാത്തവരോട് യേശുവിനെ സാക്ഷീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വായിച്ച യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15 പറയുന്നു, യേശുവിനെ മഹത്വപ്പെടുത്തും. 15:26 യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സമയം അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയത്തിന് നിർത്തേണ്ടത് ആവശ്യമാണല്ലോ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾക്ക് മറ്റുള്ളവരോട് ചെന്ന് സുവിശേഷം പറയാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതും പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വഭാവമാണ്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുവാൻ, നോർത്ത് ഇന്ത്യയിലോ അല്ലെ നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ സംസ്ഥാനങ്ങളിലോ ഒക്കെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പേഴ്സിക്യൂഷനിൽ കൂടി കടന്നു പോകുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം. യേശു എന്നുള്ള പേര് കേൾക്കാത്ത കോടിക്കണക്കിന് ജനങ്ങൾ ഇന്നും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പറയണ്ട, ഇന്ത്യയിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. സുവിശേഷീകരണത്തിൽ നമ്മൾ എത്രത്തോളം മുമ്പിലാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആത്മാവ് ആഗ്രഹിക്കുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടവരാണ്. പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം, ഹല്ലേലൂയ, നമ്മൾ ഉൾക്കൊള്ളേണ്ടവരാണ്. സ്തോത്രം. ഗലാത്യ ലേഖനവും എഫേസ്യ ലേഖനവും ഒക്കെ വിശദീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞവന്റെ അനുഭവം അതായിരിക്കണം. അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനായിരിക്കണം, നന്ദി പറയുന്നവനായിരിക്കണം, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. 5-ാം അധ്യായം അവസാനത്തിലേക്ക് വരുമ്പോൾ പരസ്പരം കീഴ്പ്പെട്ടിരിക്കുന്നവരായിരിക്കണം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
ഭർത്താവിനുള്ള ബന്ധത്തിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഭാര്യയെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നവനായിരിക്കണം. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കണം. സ്തോത്രം. മക്കൾ അമ്മയപ്പന്മാരെ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. സ്തോത്രം. യജമാനനാണെങ്കിൽ മുകളിൽ ഒരു യജമാനൻ ഉണ്ട് എന്ന് അറിഞ്ഞ് തന്റെ ദാസന്മാരോട് സ്നേഹത്തോടെ ഇടപെടുന്നവരായിരിക്കണം. ദാസന്മാരാണെങ്കിൽ യജമാനന്മാരെ അനുസരിക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ താഴ്മയുള്ളവരായിരിക്കണം, അനുസരിക്കുന്നവരായിരിക്കണം, കീഴ്പ്പെടുന്നവരായിരിക്കണം. സ്തോത്രം. സർവോപരി യേശു നമുക്ക് തന്ന ആ മഹാനിയോഗം ഏറ്റെടുത്ത് ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ചിലരെയെങ്കിലും ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ, നമ്മളുടെ നല്ല നടപ്പ് കണ്ട് ഹല്ലേലൂയ അനേകർ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാധാരണ നമ്മൾ ചെയ്തു വരുന്ന പോലെ 2 വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൂടി ഈ രാത്രികാലം എനിക്ക് നിയോഗമുണ്ട്. സ്തോത്രം. 2 പേർക്ക് വേണ്ടി. ഒന്ന്, പ്രാർത്ഥനാധുനി UAE ചാപ്റ്റർ പ്രയർ കോർഡിനേറ്റർ സിസ്റ്റർ യൂനി ശാരീരിക പ്രയാസങ്ങളെ തുടർന്ന് ഷാർജ NMC റോയൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ആ പ്രിയ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ UK നിന്ന് 5 വയസ്സുള്ള ഒരു കുഞ്ഞ് അന്ന ഗ്രേസ്, ആ കുഞ്ഞിന് വളരെ അപൂർവമായിട്ടുള്ള ലുക്കേമിയ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ സഹോദരൻ്റെ ബോൺമാരോ റീപ്ലേസ് ചെയ്യത്തക്ക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് അവർ ചിന്തിക്കുന്നത്. അതിനൊക്കെ ഇനിയും കുറേ പ്രൊസീജിയേഴ്സിൽ ചെയ്യാനുണ്ട്. ആ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യൂനി എന്ന് പറയുന്ന സഹോദരിയെയും അന്ന ഗ്രേസ് എന്ന് പറയുന്ന 5 വയസ്സുള്ള ആ കുഞ്ഞിനെയും നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അടിയങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ 2 പ്രാർത്ഥനാ വിഷയങ്ങളെ തിരുക്കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എളിയവനെ ശ്രദ്ധിക്കുന്ന അനേകർ ഉണ്ടെന്നടിയൻ വിചാരിക്കുന്നു. അടിയങ്ങൾ ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യൂനി എന്ന് പറഞ്ഞ സഹോദരിയെ പരിപൂർണമായിട്ട് അവിടുന്ന് ഇപ്പോൾ തന്നെ തൊട്ട് സൗഖ്യമാക്കണമേ. പരിപൂർണ ആരോഗ്യത്തോടെ എത്രയും പെട്ടെന്ന് ആശുപത്രി വിടുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അന്ന ഗ്രേസ് എന്ന് പറഞ്ഞ ആ മോളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങ് തൊട്ടവരും അങ്ങയെ തൊട്ടവരും സൗഖ്യമായിട്ടുണ്ടല്ലോ. ഈ രാത്രികാലം അടിയങ്ങൾ ഒരുമിച്ച് ആ പിഞ്ചു പൈതലിനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യമാക്കുന്ന തൃക്കര നീട്ടി അവിടുന്ന് പൈതലിനെ തൊട്ട് പരിപൂർണമായ സൗഖ്യം ആ പൈതലിനെ കൽപ്പിക്കണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പുത്രന്റെ നാമത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇതുവരെയും എന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കലും കൂടി അറിയിക്കുകയും പ്രാർത്ഥനാധുനി ഇന്റർനാഷണൽ ഡയറക്ടർ ബെൻസൺ ദാനിയേൽ പാഷയോടുള്ള നന്ദിയെയും അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.